ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ധ്രുവൻ 3 ലോകങ്ങൾക്കും മീതെയായിട്ട് നിർമ്മലമായ ചൂടാരത്നം പോലെയായി. കാരണം ധ്രുവന് ഒരു നക്ഷത്രത്തിൻ്റെ സ്ഥാനം കൊടുത്തു, ധ്രുവസ്ഥാനം കൊടുത്തു. ആ ധ്രുവസ്ഥാനത്തെക്കുറിച്ചാണ് ഇനി 39-ാമത്തെ ശ്ലോകം. ഗംഭീരവേഗഃ അനിമിഷം, ഗംഭീരവേഗോ അനിമിഷം, ജ്യോതിഷാം ചക്രം ആഹിതം, ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ, മേഢ്യാം ഇവ ഗവാം ഗണഃ. ഗംഭീരവേഗഃ, അതിവേഗത്തിൽ കുതിച്ചുപായുന്ന, ഗവാം ഗണഃ, കാളകളുടെ കൂട്ടം. പക്ഷെ എങ്ങനെയൊക്കെ കുതിച്ചു പാഞ്ഞാലും അവയെ നടുവിൽ ബന്ധിച്ച് ഒരു കുറ്റിയുണ്ടാകും. അങ്ങനെയുള്ള മേഢ്യാം, ആ മെതിക്കുറ്റിയിൽ കെട്ടിയിട്ട് ആ മെതിക്കുറ്റിയെ ഒരു ആസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെയാണോ ഈ കാളക്കൂട്ടങ്ങൾ വട്ടം ചുറ്റുന്നത് എന്നതുപോലെ ഇവിടെ കൗരവ്യ എന്ന് വിതുരരെ വിളിക്കുന്നു. ഹേ വിതുര, യസ്മിൻ, ആ ധ്രുവന് കൊടുത്ത ധ്രുവസ്ഥാനത്തെ അധികരിച്ച് ആഹിതം, അതിൻ്റെ ഒരു ആകർഷണ വലയത്തിനുള്ളിൽ നിലയുറപ്പിക്കപ്പെട്ട ജ്യോതിഷാം ചക്രം, ആ ജ്യോതിർഗോള മണ്ഡലം അനിമിഷം, ഇടവിടാതെ ഭ്രമതി, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുവരെ ഭഗവാൻ തന്നെ നേരിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ജ്യോതിർഗോളങ്ങളുടെ ആ നിയന്ത്രണം ധ്രുവന് കൽപ്പിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമെടുക്കാം. അങ്ങനെയാണ് ധ്രുവന് ആ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഗംഭീരവേഗോ അനിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ, മേഢ്യാമിവ ഗവാം ഗണ. ഇങ്ങനെയുള്ള ധ്രുവന്റെ ചരിതം ഈ ലോകത്ത് പ്രശസ്തമായി. അതിന് തുടക്കം കുറിച്ചതാകട്ടെ ധ്രുവന് ഒരു ഗുരുസ്ഥാനത്ത് എത്തിയ നാരദ മഹർഷി തന്നെയാണ്. അതാണ് 40-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മഹിമാനം വിലോക്യാസ്യ നാരദഃ, നാരദോ ഭഗവാൻ ഋഷിഃ, ഭഗവാൻ ഋഷി ആതോദ്യം വിതുദൻ ശ്ലോകാൻ സത്രേ അഗായത് പ്രചേതസാം. അസ്യ മഹിമാനം, ഈ ധ്രുവന്റെ ഈ മഹിമയെ വിലോക്യ, കണ്ടിട്ട് ഭഗവാൻ നാരദഃ ഋഷിഃ, സർവജ്ഞാനനിധിയായ നാരദ മഹർഷി ഒരിക്കൽ പ്രചേതസാം സത്രേ, പ്രചേതസ്സുകളുടെ അവർ നടത്തിയ ഒരു സത്രത്തിൽ വെച്ച് ആതോദ്യം, തൻ്റെ വീണ വിതുദൻ വായിച്ചുകൊണ്ട് ശ്ലോകാൻ, ഏതാനും ശ്ലോകങ്ങളെ അഗായത്ത് പാടുകയുണ്ടായി. ധ്രുവനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ നടത്തിയ ഒരു സത്രത്തിൽ വെച്ച് നാരദ മഹർഷി ഇപ്രകാരം പാടുകയുണ്ടായി എന്ന് പറയുന്നു. മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷി ആതോദ്യം വിതുദൻ ശ്ലോകാൻ സത്രേ അഗായത് പ്രചേതസാ. ധ്രുവന്റെ ചരിതം 3 ശ്ലോകങ്ങളിലായിട്ടാണ് നാരദ മഹർഷി ഗാനം ചെയ്തത്. അത് 41-ാമത്തെ ശ്ലോകം. നൂനം സുനീതേഃ പതിദേവതായാഃ തപഃ പ്രഭാവസ്യ, പതിദേവതായാസ്തപഃ പ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്വാ അഭ്യുപായാൻ അഭി വേദവാദിനഃ നൈവ അധിഗന്തും പ്രഭവന്തി കിം നൃപാഃ. പതിദേവതായാഃ,
പതിവ്രതാരത്നമായ സുനീതേഹേ സുതസ്യ, സുനീതിയുടെ മകനായ ധ്രുവനെ സംബന്ധിച്ച ഈ തപപ്രഭാവസ്യ, ആ തപോവൈഭവത്തിൻ്റെ താം ഗതിം, ഈ ഒരു ഫലത്തെ, ഈ രീതിയിലുള്ള ആ ഫലത്തെ വേദവാദിനഃ, എല്ലായ്പ്പോഴും വേദപഠനം നടത്തുകയും വേദം പഠിപ്പിക്കുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭഗവത് സംബന്ധിയായ കാര്യങ്ങളെ ചെയ്യുന്ന, അതാണ് അഭ്യുപായാൻ, ഭഗവത് ധർമ്മങ്ങളെ ദൃഷ്ട്വാ അപി, അണുകിട തെറ്റാതെ ചെയ്യുന്ന അവരൊക്കെ ആ മാർഗത്തെ ദർശിച്ചിട്ട് പോലും ധ്രുവന് കിട്ടിയ ഈ സ്ഥാനത്തെ അധികന്തും പ്രാപിക്കുവാൻ ന പ്രഭവന്തി, ശക്തരാകുന്നതേയില്ല, ഏവ നൂനം, അത് തീർച്ച തന്നെ. അപ്പോൾ ഏത് സമയത്തും ഭഗവത് കാര്യങ്ങളുമായി നടക്കുന്ന ഈ വേദവാദിനഃ, ബ്രഹ്മജ്ഞന്മാർക്ക് പോലും കിട്ടുന്നില്ല എങ്കിൽ നൃപാഹക്യം, പിന്നെ പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനിടയിൽ വല്ലപ്പോഴൊക്കെ ഈശ്വരഭജനം ചെയ്യുന്ന രാജാക്കന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഇവിടെ നാരദ മഹർഷി പറയുകയാണ്, സുനീതിപുത്രനായ ധ്രുവന് ലഭിച്ച പരമപദം വേദജ്ഞരായവർക്ക് കൂടി നേടാൻ പ്രയാസമാണ്. അപ്പോൾ പിന്നെ തികച്ചും ഉത്തരവാദിത്തം ഉള്ള രാജാക്കന്മാരുടെ കാര്യം പറയാനുണ്ടോ? നൂനം സുനീതേ പതിദേവതായ തപപ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്വാഭ്യുപായാനപി വേദവാദിനോ നൈവാധിഗന്തും പ്രഭവന്തി കിം നൃപാഃ. 42-ാമത്തെ ശ്ലോകം. യഹ പഞ്ചവർഷഃ, പഞ്ചവർഷോ ഗുരുദാരവാക്ശരൈഃ ഭിന്നേന, ഗുരുദാരവാക്ശരൈർഭിന്നേന യാതഃ, യാതോ ഹൃദയേന ദൂയതാം വനം മദാദേശകരഃ അജിതം, മദാദേശകരോ അജിതം പ്രഭും ജിഗായ തദ്ഭക്തഗുണൈഃ പരാജിതം. പഞ്ചവർഷഃ, വെറും 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യഹ, യാതൊരു ധ്രുവൻ, ഗുരുദാരം, ഗുരു എന്നതുകൊണ്ട് ഇവിടെ തൻ്റെ അച്ഛൻ എന്നാണ് ഗുരു എന്നതിന് ഇവിടെ അർത്ഥം പറയുന്നത്, ദാര പത്നി. അപ്പോൾ അച്ഛൻ്റെ മറ്റൊരു പത്നിയുടെ വാക്ഷരൈഹി, ഹൃദയം പിളർക്കുന്ന വാക്കുകളാൽ, ഭിന്നേന, പിളർന്നതും, ദൂയത, നൊന്ത് നീറുന്നതുമായ ഹൃദയേന, ഹൃദയത്തോടുകൂടെയായിരുന്നു അന്ന് ധ്രുവൻ വനം യാതഃ, കാട്ടിലേക്ക് പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ നാരദ മഹർഷി തന്നെ പറയുന്നു, മദാദേശകരഃ, എൻ്റെ വാക്ക് കേട്ടിട്ടാണ്, അന്ന് എൻ്റെ ഉപദേശത്തെ സ്വീകരിച്ച്, അജിതം, യഥാർത്ഥത്തിൽ ആർക്കും ജയിക്കാൻ പറ്റാത്ത ഭഗവാൻ. പക്ഷെ ഭഗവാനെ എങ്ങനെ ജയിക്കാം? അല്ലെങ്കിൽ ആരുടെ മുന്നിലാണ് ഭഗവാൻ തോറ്റുപോകുന്നത്? തദ്ഭക്തഗുണൈഹി, ഒരു യഥാർത്ഥ ഭക്തന്റെ ആ ഭക്തിയിൽ ഭഗവാൻ തോറ്റുപോകും. അങ്ങനെ തദ്ഭക്തഗുണൈഹി, അവിടുത്തെ ഭക്തന്മാരുടെ ഗുണങ്ങളാൽ പരാജിതം, തോൽപ്പിക്കപ്പെടുന്നവനും ആയിട്ടുള്ള ആ ഭഗവാനെ, പ്രഭും, ഭഗവാൻ വാസുദേവനെ ഈ ധ്രുവൻ ജിഗായ, അന്ന് ജയിച്ചുവല്ലോ. ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഭഗവാൻ പക്ഷേ തൻ്റെ ഭക്തന്റെ മുന്നിൽ തോറ്റുപോകും. ഭക്തൻ വേദനിച്ചാൽ ഭഗവാൻ അവിടെ പരാജയപ്പെടും എന്നാണ്, അല്ലെങ്കിൽ ഭഗവാൻ അത് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ഭക്തന്റെ വിളിയിൽ മനസ്സലിഞ്ഞ് ഭഗവാൻ വരുന്നത്. യപഞ്ചവർഷോ ഗുരുദാരവാക്ഷരൈർ ഭിന്നേന യാതോ ഹൃദയേന ദൂയത വനം മദാദേശകരോജിതം പ്രഭും ജിഗായ തദ്ഭക്തഗുണൈ പരാജിതം. 43-ാമത്തെ ശ്ലോകം. യഹ ക്ഷത്രബന്ധുഃ ഭുവി, ക്ഷത്രബന്ധുർ ഭുവി
തസ്യ അധിരൂഢം അनु ആരുരുക്ഷേത് അപി. തസ്യ അധിരൂഢമന്നു ആരുരുക്ഷേദപി വർഷപൂഗൈഃ ഷഡ്പഞ്ചവർഷഃ. ഷഡ്പഞ്ചവർഷോ യത് അഹോഭിഃ അല്പൈഃ യദഹോഭിരല്പൈഃ പ്രസാദ്യ വൈകുണ്ഠം അവാപ. വൈകുണ്ഠമവാപ തത്പദം. നേരത്തെ നാരദ മഹർഷി ചോദിച്ചിരുന്നു, ബ്രഹ്മജ്ഞന്മാർക്ക് പോലും സാധിക്കുന്നില്ല, അപ്പോൾ ഒരു ക്ഷത്രിയന് സാധിക്കുമോ? പക്ഷേ ധ്രുവൻ അതും തെളിയിച്ചു. ഹൃദയശുദ്ധിയോടുകൂടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ പ്രസാദിച്ചു വരും എന്ന് ധ്രുവൻ തെളിയിച്ചിരുന്നു. യഹ ഭുവി, ഏതൊരാളാണോ ഭൂമിയിൽ ക്ഷത്രബന്ധുഹു, ക്ഷത്രിയനായി പിറന്നത്, അവനാകട്ടെ ഷഡ്പഞ്ചവർഷ, 5-6 വയസ്സ്, അതാണ് രണ്ടും പറഞ്ഞത്. കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, എന്തായാലും 5-6 വയസ്സ് മാത്രം പ്രായം ചെന്ന അവൻ അല്പൈഹി അഹോഭിഹി, കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ടാണ്, അതായത് യോഗികൾ പോലും 100-1000 വർഷം തപസ് ചെയ്തിട്ട് നേടുന്നതാണ്, ഏതാനും മാസങ്ങൾ കൊണ്ട്, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വൈകുണ്ഠം പ്രസാദ്യ, ഭഗവാൻ ശ്രീഹരിയെ പ്രസാദിപ്പിച്ച് യത് തത് പദം, അങ്ങനെയുള്ള ആ ഭഗവാന്റെ വിഷ്ണുപദത്തെ, ആ സ്ഥാനത്തെ അവാപ, പ്രാപിച്ചുവോ, അങ്ങനെയുള്ള ആ സ്ഥാനത്തിനെ, ഏതൊരു സ്ഥാനത്താണോ തസ്യ, ആ ധ്രുവൻ അധിരൂഢം, ആരോഹണം ചെയ്തത്, ആ ഉന്നത സ്ഥാനത്തെ വർഷപൂഗൈഹി, സഹസ്രാബ്ദങ്ങൾ കൊണ്ടുപോലും, 1000കണക്കിന് വർഷങ്ങൾ പോലും തപസ് ചെയ്താൽ, അനു, ഈ ധ്രുവനെ അനുസരിച്ച്, ആരുരുക്ഷേത് അപി, ആരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിന് പോലും കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് മനസ്സുകൊണ്ടുപോലും ആ സ്ഥാനത്തെത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം ധ്രുവൻ്റേത് പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജന്മമായതുകൊണ്ടും കൂടെയാണ് ഭഗവത് പ്രാപ്തി ലഭിച്ചത്. അങ്ങനെ ഒരു അമ്മയുടെ മകനായി ജനിച്ചു, ഒപ്പം നാരദ മഹർഷിയുടെ ഗുരുകാരുണ്യം ലഭിച്ചു. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നതുകൊണ്ടും കൂടെയാണ് ധ്രുവന് ഇങ്ങനെയൊരു പദത്തെ ലഭിച്ചത്. യക്ഷത്രബന്ധുർഭുവി തസ്യാധിരൂഢമന്വാരുരുക്ഷേദപി വർഷപൂഗൈഃ ഷഡ്പഞ്ചവർഷോ യദഹോഭിരല്പൈഃ പ്രസാദ്യ വൈകുണ്ഠമവാപ തത്പദം. ഇനി മൈത്രേയ മഹർഷി പറയുന്നു, മൈത്രേയ ഉവാച, 44-ാമത്തെ ശ്ലോകം. ഏതത് തേ അഭിഹിതം, ഏതത് തേ അഭിഹിതം സർവം യത് പൃഷ്ടഃ അഹം ഇഹ, യത് പൃഷ്ടോ അഹമിഹ ത്വയാ ധ്രുവസ്യ ഉദ്ദാമയശസഃ ചരിതം, ധ്രുവസ്യ ഉദ്ദാമയശസശ്ചരിതം സമ്മതം സതാം. ഹേ വിദുരരെ, അഹം, ഞാൻ, ത്വയാ, അങ്ങയാൽ, ഇഹ, എന്നോട്, യത് പൃഷ്ടഃ, ഇവിടെ യാതൊന്ന് ചോദിക്കപ്പെട്ടുവോ. അവിടെ സ്വയംഭുവ മനുവിൻ്റെ പുത്രന്മാരുടെ വംശപരമ്പരയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ധ്രുവചരിതം പറയാൻ ഇടയായത്. അങ്ങനെ ഉദ്ദാമയശസഃ, വിപുലമായ കീർത്തിയുള്ള ആ ധ്രുവസ്യ, ധ്രുവന്റെ സതാം സമ്മതം, സജ്ജനസമ്മതമായ ഏതത് ചരിതം, ഈ ആഖ്യാനം, തേ, അങ്ങേക്കായിക്കൊണ്ട്, സർവം അഭിഹിതം, എന്നാൽ മുഴുവനായും പറയപ്പെട്ടിരിക്കുന്നു. അങ്ങയാൽ ചോദിക്കപ്പെട്ട ധ്രുവചരിതം എനിക്ക് ആവും വിധത്തിൽ വിസ്തരിച്ച് തന്നെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് മൈത്രേയ മഹർഷി പറയുകയാണ്. ഏതത്തേഭിഹിതം സർവം യത് പൃഷ്ടോഹമിഹ ത്വയാ ധ്രുവസ്യുദ്ദാമയശസശ്ചരിതം സമ്മതം സതാ. 45-ാമത്തെ ശ്ലോകം. ധന്യം യശസ്യം ആയുഷ്യം, യശസ്യമായുഷ്യം പുണ്യം സ്വസ്ത്യയനം മഹത്
സ്വർഗ്യം ദ്രൗവ്യം സൗമനസ്യം പ്രശസ്യം അഘമർഷണം. എല്ലാം ഈ ധ്രുവചരിത കഥ കേട്ടാലുള്ള ഫലശ്രുതിയാണ്. മഹത്തായ ഈ ധ്രുവചരിതം ധന്യമാണ്. ഏതൊരു ഭക്തന്റെയും ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നു. യശസ്യം കീർത്തികരമാണ്. ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും. പുണ്യജനകമാണ്. സ്വസ്ത്യയനം ശുഭഹേതുകവും. സ്വർഗത്തിലേക്ക് പോകാനുള്ള അത്രയും പുണ്യത്തെ നേടിത്തരുന്നതും. ദ്രൗവ്യം ആ ധ്രുവപദത്തെ ഇനി ലഭിക്കാനുള്ള ആ അർഹതയെ നേടിത്തരുന്നതും. അത്രയും ഹൃദയശുദ്ധിയോടുകൂടെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മളിത് കേൾക്കുന്നതെങ്കിൽ അത്രയും അതിൽ ലയിച്ച് ഭഗവത് പ്രാപ്തിക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് കുറച്ചു മുന്നേയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആചരിച്ച് ഉത്തമ പുരുഷനായി ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ആ ധ്രുവപദ പ്രാപ്തിയും ലഭിക്കുന്നതാണ്. എല്ലാറ്റിനുമപ്പുറം സൗമനസ്യം മനസ്സിനെ ശുദ്ധിയാക്കുന്നു. പ്രശംസാർഹവും അഘമർഷണം പാപനാശകവും ആകുന്നു. ഇതാണ് ധ്രുവചരിതം കഥയുടെ ഫലശ്രുതി. അത് ധന്യമാണ്, കീർത്തികരമാണ്, ആയുർവർദ്ധകം, പുണ്യജനകം, ശുഭഹേതുകം, സ്വർഗസാധകം, ധ്രുവപദ പ്രാപ്തിക്ക് അർഹത നേടിത്തരുന്നു, മനഃശുദ്ധികരം, പ്രശംസാർഹം, പാപനാശകം. ധന്യം യശസ്യമായുഷ്യം പുണ്യം സ്വസ്ത്യയനം മഹത് സ്വർഗ്യം ദ്രൗവ്യം സൗമനസ്യം പ്രശസ്യമഘമർഷണം. ഇത് എങ്ങനെ കേൾക്കുന്നവർക്കാണ് ഈ ഫലശ്രുതി സംഭവിക്കുന്നത്, ഈ ഫലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഫലശ്രുതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രുത്വാ ഏതത് ശ്രദ്ധയാ അഭീക്ഷ്ണം അച്യുത പ്രിയചേഷ്ടിതം. ശ്രുത്വൈതത് ശ്രദ്ധയാഭീക്ഷ്ണമച്യുത പ്രിയചേഷ്ടിതം. ഭവേദ് ഭക്തിഃ ഭഗവതി ഭവേദ് ഭക്തിർഭഗവതി യയാ സ്യാത് ക്ലേശസംശയഃ. ഏതത് ഈ അച്യുത പ്രിയചേഷ്ടിതം ഭഗവാന്റെ പ്രിയഭക്തനായ ധ്രുവന്റെ ചരിതത്തെ അഭീക്ഷ്ണം ഇടവിടാതെ എല്ലാ ദിവസവും എന്ന രീതിയിൽ, അതായത് ധ്രുവനെ ചിന്തിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത്, ആ രീതിയിൽ ഇത് വായിച്ച് പഠിക്കുക. ആദ്യമൊക്കെ നമ്മൾ ശ്ലോകം വായിക്കുന്ന സമയത്ത് അർത്ഥം മനസ്സിൽ വരണം എന്നില്ല. പക്ഷേ നിരന്തരമായ പഠനത്തിലൂടെ, അതായത് ധ്രുവചരിതം മാത്രം എന്നും വായിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ, ഇവിടെ കേൾക്കുക എന്ന് വെച്ചാൽ കേൾവിയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. അത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ പോലും മനസ്സ് പലയിടത്തും പോയിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ പലതും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകില്ല. അതാണ് ശ്രദ്ധ അത്രയധികം ആവശ്യമുള്ള ഒന്നാണ് കേൾവി. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ശ്രവിച്ചാൽ ഭഗവതി ഭക്തിഃ ഭവേത്, ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. ആ ഭക്തിയാൽ, അങ്ങനെ ഉണ്ടാകുന്ന യയാ ഭക്തിയാൽ ക്ലേശസംശയഃ സംസാര ദുഃഖത്തിൻ്റെ അറുതിയും സ്യാത് സംഭവിക്കുന്നതാണ്. ഓരോ ദിവസവും ധ്രുവചരിതം കേൾക്കും തോറും നമ്മുടെ മനസ്സിൻ്റെ ആ പാപമൊക്കെ ക്ഷയിച്ച് ഇല്ലാതാവുകയും ഹൃദയശുദ്ധി കൈവരികയും അവിടെ ഭഗവാൻ സ്ഥിരപ്രതിഷ്ഠിതൻ ആവുകയും ചെയ്യുന്നതാണ്. ശ്രുത്വൈത ശ്രദ്ധയാ ഭീക്ഷ്ണമച്യുത പ്രിയചേഷ്ടിതം ഭവേത് ഭക്തിർഭഗവതി യയാ സ്യാത് ക്ലേശസംക്ഷയ. ഭാഗവതം പോലെയുള്ള പുരാണങ്ങളുടെ
പ്രധാന ലക്ഷ്യം എന്നത് മുഴുവനും പഠിപ്പിക്കുക എന്നതിനേക്കാളും നമ്മുടെയൊക്കെ ഗുണങ്ങൾക്കനുസരിച്ചുള്ളവരുടെ കഥകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. തമോ ഗുണിയായ ദക്ഷന്റെ കഥ പറഞ്ഞു, ഇപ്പോൾ രജോ ഗുണിയായ ധ്രുവന്റെ കഥ പറഞ്ഞു. അപ്പോൾ തമോ ഗുണിയായ ദക്ഷനും പിന്നീട് പതുക്കെ സത്വഗുണിയായി തീരുന്നത് നമ്മൾ കണ്ടു. അതേപോലെ രജോ ഗുണിയായ ധ്രുവനും പിന്നീട് സത്വഗുണിയായി മാറിയത് നമ്മൾ കണ്ടു. ഇങ്ങനെ നമ്മുടെ ഗുണം ഏതാണോ അതിനനുസരിച്ചുള്ള ആളുകളുടെ ആ കഥ അത് മാത്രം, അത് കേട്ടുകഴിഞ്ഞാൽ നിരന്തരം അത് തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ അത് മതി. അതാണ് ഭാഗവത പഠനത്തിൻ്റെ ഉദ്ദേശം. പിന്നീടൊന്നും കേൾക്കേണ്ട എന്നുമല്ല, പക്ഷേ നമുക്ക് മാറാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ധ്രുവചരിതമാവട്ടെ, ദക്ഷയാഗമാവട്ടെ, ഇതുവരെ ഇതിനു മുൻപ് കേട്ടിട്ടുള്ള ഏത് കഥയുമാകട്ടെ, കപില ഭഗവാന്റെ കഥയാകട്ടെ, ദേവഹൂതിയുടെ, നമുക്ക് അറിയേണ്ടതെല്ലാം ആ ഒരൊറ്റ കഥയിലുണ്ട്. പക്ഷെ സ്വാഭാവികമായും കഥ കേൾക്കാനുള്ള നമ്മുടെ ഒരു ആകാംക്ഷ കൊണ്ടാണ് അടുത്തതെന്താണ്, ഇനി വരാനിരിക്കുന്ന ഭാഗത്ത് എന്താണ് പറയുന്നത് എന്ന ഒരു ആകാംക്ഷ ഉണ്ടാകും. പക്ഷെ ശരിക്കു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം കൃത്യമായി പഠിച്ച് നിരന്തരം പാനം ചെയ്താൽ, നമ്മളത് കേൾക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ തന്നെ അതിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാകും. അതേസമയം ആ കഥ കേട്ടിട്ടും ഭക്തി ഉറയ്ക്കാത്തവർക്കാണ് അടുത്ത കഥ. അപ്പോൾ ഒരു കഥ കേട്ടിട്ട് ഭക്തി ഉറച്ചവർക്ക് ഇനി മറ്റുള്ളതൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമില്ല എന്ന രീതിയിലാണ് നമ്മൾ ഭാഗവത പഠനത്തെ കാണേണ്ടത്. ഇനി 47-ാമത്തെ ശ്ലോകത്തിലും ഒരു തരത്തിലുള്ള ഫലശ്രുതിയാണ് പറയുന്നത്. മഹത്വം ഇച്ഛതാം തീർത്ഥം ശ്രോതുഹു ശീലാദയോ ഗുണാഃ യത്ര തേജഃ തദ് ഇച്ഛൂനാം തേജസ്തദിച്ഛൂനാം മാനോ യത്ര മനസ്വിനാം. മഹത്വം ഇച്ഛതാം, മഹത്വത്തെ ആഗ്രഹിക്കുന്നവർക്ക് തീർത്ഥമാണ്. ഈ ധ്രുവചരിതം എന്ന ആ കഥ കേൾക്കുന്നത് ഒരു തീർത്ഥസ്ഥാനത്തിൽ പോയി അവിടെ മുങ്ങിക്കുളിക്കുന്നതിന് തുല്യമാണ്. ശ്രോതുഹു, ഇങ്ങനെയുള്ള ഒരു ശ്രോതാവിന് ശീലാദയഃ, നല്ല ഗുണങ്ങൾ, ശീലങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ശീലാദയഃ ഗുണാഃ, സൗശീല്യാദികളായ ഗുണങ്ങൾ ഉണ്ടാകും. എത്ര, ഈ ഒരു ധ്രുവചരിതം നിരന്തരം കേൾക്കുന്ന ഒരാൾക്ക് തേജഃ, ഉള്ളിൽ ഒരു തേജസ് ഉണ്ടാകും. ഉള്ളിലെ തേജസ് പുറത്ത് അത് കാണുന്നതാണ്. ഈ തേജസ്സിനെ തദിച്ഛൂന, അത് ആഗ്രഹിക്കുന്നവർക്ക് തേജസ് ഉണ്ടാകുന്നതാണ്. എത്ര, ഈ ഒരു ധ്രുവചരിതം കേട്ടാൽ മനസ്വിനാം, ധീരചിത്തന്മാർക്ക്, ഭഗവാനിൽ ഭക്തി ഉറച്ചാൽ പിന്നെ ഈ ലോകത്ത് നമ്മെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നൊരു മാനം കൈവരുന്നതാണ്. അതിനുള്ളതാണ് ഈ ധ്രുവചരിതം കഥ. നമുക്ക് ഭക്തി വർദ്ധിപ്പിച്ചാൽ മാത്രം മതി, ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാകും, പിന്നെ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന ആ ഒരു ചിന്ത ഉള്ളിൽ ഉറച്ചു കിട്ടാനും ഈ കഥ നമ്മെ സഹായിക്കുന്നു. മഹത്വമിച്ഛതാം തീർത്ഥം ശ്രോതോശീലാദയോ ഗുണാഃ യത്ര തേജസ്തദിച്ഛൂനാം മാനോ യത്ര മനസ്വിനാം. 48-ാമത്തെ ശ്ലോകം. പ്രയതഃ കീർത്തയേത് പ്രാതഃ സമവായേ ദ്വിജന്മനാം സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹത്. ദ്വിജന്മനാം, ബ്രാഹ്മണരുടെ സമവായേ, സഭയിൽ വെച്ച്, പ്രാതഃ സായം ച, പ്രാതഃകാലത്തും വൈകുന്നേരങ്ങളിലും, പ്രയതഃ, ശ്രദ്ധാഭക്തി സമന്വിതനായിട്ട്, പുണ്യശ്ലോകസ്യ, പാവന കീർത്തി സമ്പന്നനായ ധ്രുവസ്യ, ഈ ധ്രുവന്റെ മഹത് ചരിതം, മഹാത്മ്യത്തെ കീർത്തയേത്, കീർത്തിക്കേണ്ടതാണ്.
അതായത് സത്സംഗങ്ങളിൽ വെച്ച് ധ്രുവന്റെ കഥ പറഞ്ഞ് എല്ലാവരും മനനം ചെയ്യേണ്ടതാണ് എന്ന് അർത്ഥം. പ്രയത കീർത്തയേത് പ്രാതഃ സമവായേ ദ്വിജന്മനാ സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹത്. ഇനി ധ്രുവചരിതം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേക ദിവസങ്ങളെക്കുറിച്ചും പറഞ്ഞു തരികയാണ് 49, 50 ശ്ലോകങ്ങളിലായിട്ട്. പൗർണമാസ്യാം സിനീവാല്യാം ദ്വാദശ്യാം ശ്രവണേ അഥവാ ദിനക്ഷയേ വ്യതീപാതേ സംക്രമേ അർക്കദിനേ അർക്കദിനേപി വാ. 50 ശ്രാവയേത് ശ്രദ്ധാനാനാം തീർത്ഥപാദപദാശ്രയഃ ന ഇച്ഛൻ തത്ര ആത്മനാ ആത്മാനം നേച്ഛൻ തത്രാത്മനാത്മാനം സന്തുഷ്ട ഇതി സിദ്ധ്യതി. സന്തുഷ്ടഃ ഇതി സിദ്ധ്യതി. പൗർണമാസ്യാം വെളുത്തവാവിലോ, ഇനി സിനീവാല്യം അതായത് കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമോ, ദ്വാദശ്യാം ദ്വാദശിയിൽ, അത് 2 പക്ഷത്തിലെയും ആവാം, ഈ ദിവസങ്ങളിൽ ശ്രവണേ ഒന്നുകിൽ കേൾക്കുകയോ അഥവാ അല്ലെങ്കിൽ ദിനക്ഷയെ പകൽ അവസാനിക്കുന്ന ആ സന്ധ്യാവേളയിൽ, വ്യതീപാതേ തിങ്കളാഴ്ചയും പൗർണമിയും ഒന്നിക്കുന്ന ദിവസം, അതാണ് വ്യതീപാദം. ഇനി അല്ലെങ്കിൽ സംക്രമേ സൂര്യൻ രാശി മാറുന്ന ആ സമയം, സംക്രമ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അർക്കദിനെ സൂര്യന്റെ ദിവസം ഞായറാഴ്ചയിലോ, തീർത്ഥപാദപദാശ്രയഃ ഇത് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അതായത് ഭഗവത് പാദങ്ങൾ മാത്രം ആശ്രയം എന്ന് കരുതി ജീവിക്കുന്ന ശ്രദ്ധാനാനാം ശ്രദ്ധാലുക്കൾക്ക് ശ്രാവയേത് അവരെ കേൾപ്പിക്കണം. എന്നാൽ ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ എനിക്കിതിൻ്റെ ഫലം കിട്ടുമല്ലോ, പുണ്യം കിട്ടുമല്ലോ എന്നൊന്നും പ്രതീക്ഷിക്കരുത്. തത്ര ന ഇച്ഛൻ യാതൊരു വിധത്തിലുള്ള ഫലേച്ഛയും അതിൽ കൊടുക്കരുത്. എനിക്ക് വല്ല ദക്ഷിണയും കിട്ടുമല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൃപ്തിയാണ് പ്രധാനം. ആത്മാനം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അങ്ങനെ സന്തുഷ്ടഃ ഞാൻ തൃപ്തനാകുന്നു, ഇതെൻ്റെ മഹാഭാഗ്യമാണ്. ഇത് സിദ്ധ്യതി ഇങ്ങനെ വന്നാൽ അവൻ സിദ്ധനായി ഭവിക്കുന്നു. അപ്പോൾ നമ്മൾ കേൾക്കാനും മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കാനുമുള്ള നല്ല ദിവസങ്ങളാണ് ഈ പറഞ്ഞത്. ദ്വാദശി നാൾ, വെളുത്തവാവ്, കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം, ഞായറാഴ്ച സന്ധ്യാസമയം, തിങ്കളാഴ്ചയും പൗർണമിയും ഒന്നിക്കുന്ന ദിവസം, സംക്രമ ദിവസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഇനി കഴിയുമെങ്കിൽ നേരത്തെ പറഞ്ഞു കൂടുതൽ ബ്രഹ്മജ്ഞന്മാരൊക്കെ ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ചാണ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ അത്രയും മഹത്തരമായിട്ടാണ് ഈ ധ്രുവചരിതത്തിൻ്റെ കേൾവിയെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത്. പൗർണമാസ്യാം സിനീവാല്യാം ദ്വാദശ്യാം ശ്രവണേധവാ ദിനക്ഷയേ വ്യതീപാതേ സംക്രമേऽർക്കദിനേപി വാ ശ്രാവയേ ശ്രദ്ധാനാനാം തീർത്ഥപാദപദാശ്രയ നേച്ഛൻ തത്രാത്മനാത്മാനം സന്തുഷ്ട ഇതി സിദ്ധ്യതി. ഇനി ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവർ, അവർ സ്വയമേവ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദേവകൾ അവരെ സംരക്ഷിക്കുന്നു എന്നാണ് 51-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനമജ്ഞാതതത്വായ യോ ദദ്യാത് സത്പഥേ അമൃതം കൃപാലോർദീനനാഥസ്യ ദേവാഃ തസ്യ അനുഗൃഹ്ണതേ യഹ യാതൊരാൾ ഇതുപോലെ അജ്ഞാതതത്വായ
ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്ക് സത്പഥേ, സത്മാർഗത്തിൽ സന്മാർഗത്തിലേക്ക് പോകാനുള്ള വഴികാട്ടിയായ ഇത്തരം കഥകൾ, ആ കഥകൾ എന്നത് അമൃതമാണ്. അമൃതമായിട്ടുള്ള ജ്ഞാനം, അറിവിനെയാണ് ദാനം ചെയ്യുന്നത്. ദദ്യാത്, ഇങ്ങനെ ആര് ദാനം ചെയ്യുന്നുവോ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രതിഫലേച്ഛ കൂടാതെ ആര് ഇത് ദാനം ചെയ്യുന്നുവോ അങ്ങനെയുള്ളയാൾ തീർച്ചയായും കൃപാലുവാണ്, കാരുണികനാണ്. അങ്ങനെ ദീനനാഥസ്യ, ദീനരക്ഷകനും ആയിട്ടുള്ള ആ ആൾക്ക്, ആരാണോ ഹൃദയശുദ്ധിയോടുകൂടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന ആ ഹൃദയ വിശാലതയോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ ആൾക്ക്, ആ ആളെ ദേവാഹ അനുഗ്രഹിക്കുന്നതേ, ദേവകൾ അനുഗ്രഹിക്കുന്നു. അവരത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അവരുടെ സംരക്ഷണത്തിനായിട്ട് ദേവകൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനയജ്ഞമാണ് എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ഏറ്റവും പുണ്യം എന്ന് ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനമജ്ഞാത തത്വായ യോ ദദ്യാത് സത്പഥേ അമൃതം കൃപാലോ ദീനനാഥസ്യ ദേവാസ്തസ്യാനുഗൃഹ്ണതേ. 52-ാമത്തെ ശ്ലോകം. ഇദം മയാ തേ അഭിഹിതം തേ അഭിഹിതം കുരുദ്വഹ ധ്രുവസ്യ വിഖ്യാത വിശുദ്ധ കർമ്മണഃ ഹിത്വാ അർഭഗഃ ഹിത്വാർഭഗ ക്രീഡനകാനി മാതുഃ ഗൃഹം മാതുർഗൃഹം ച വിഷ്ണും ശരണം യഹ ജഗാമ യോ ജഗാമ. എന്തുകൊണ്ട് ധ്രുവചരിതം ഇത്രയും പ്രാധാന്യമർഹിക്കുന്നു? ഹേ കുരുദ്വഹ, കുരുവംശോത്തമനായ വിതുര, യഹ അർഭഗഃ, യാതൊരു ബാലൻ ധ്രുവനാണോ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തൻ്റെ ക്രീഡനഗാനി, തൻ്റെ കളിപ്പാട്ടങ്ങളെയും മാതുഹു, അമ്മയുടെ ആ സംരക്ഷണ വലയത്തെയും ഗൃഹം ച, തനിക്കെപ്പോഴും ഒരു സുരക്ഷിതത്വം നമുക്ക് അനുഭവിക്കുന്നത് എപ്പോഴും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ സ്വന്തം വീട്ടിലാണ്, അങ്ങനെയുള്ള ആ ഗൃഹത്തെയും ഹിത്വ, അങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് അമ്മയുടെ വാക്ക് കേട്ടിട്ട് വിഷ്ണും ശരണം ജഗാമ, ഭഗവാനെ ശരണം പ്രാപിക്കാൻ, താൻ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിത്തരാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തോടെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഭഗവാനെ തേടിപ്പോകാൻ ആ കുഞ്ഞ് തയ്യാറായി. ഇങ്ങനെ വിഖ്യാത വിശുദ്ധ കർമ്മണഃ, പ്രശസ്തവും പവിത്രവുമായ കർമ്മം ആചരിച്ച ആ ധ്രുവസ്യ, ആ ധ്രുവന്റെ ഇതം, ഈ കഥ, ഈ ചരിതം മയാത്തേ അഭിഹിതം, എന്നാൽ അങ്ങേക്ക് പറഞ്ഞു തരപ്പെട്ടിരിക്കുന്നു. മറ്റെല്ലാം വിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ പിന്നെ ഭഗവാന് വരാതിരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഭഗവാൻ വന്നത് എന്ന ആ ചിന്തയെ നമ്മിൽ ഊട്ടി ഉറപ്പിക്കാൻ ധ്രുവചരിതം പോലെ മറ്റൊരു കഥയില്ല. അതുകൊണ്ടാണ് ഈ ചരിതത്തിന് ഇത്രയും പ്രാധാന്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ 12-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇദം മയാ തേ അഭിഹിതം കുരുദ്വഹ ധ്രുവസ്യ വിഖ്യാത വിശുദ്ധ കർമ്മണ ഹിത്വാർഭഗ ക്രീഡനകാനി മാതുർഗൃഹം ച വിഷ്ണും ശരണം യോ ജഗാമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ധ്രുവചരിതം നാമ 12-ോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
हरे राम हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण